നല്ലൊരു പേനയും വളയാത്ത നട്ടലുമാണെന്ന്. ആ വളയാത്ത നട്ടലും പേനയും വന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കൃത പരമ്പരയിൽ നിന്നാണ്. അതായത് ചിന്മയാനന്ദ സ്വാമികളുടെ, ശ്രീനാരായണ ഗുരുവിൻ്റെ ഒക്കെ ശിഷ്യനായിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളിൽ നിന്ന് സ്വയം ഉരുക്കൊണ്ട ബോധേശ്വരൻ്റെ മകൾ തനിക്ക് കിട്ടിയ ഔസ്യത്ത് എത്രയോ ലക്ഷക്കണക്കിനാക്കി നമ്മളിൽ എല്ലാവരിലും കൊളുത്തി തന്നു എന്നതാണ് ടീച്ചർ നമുക്കായിട്ട് ചെയ്തു തന്നത്. അതേപോലെ ടീച്ചറിന് എപ്പോഴും ഒരു പരിഭവം, എപ്പോൾ കണ്ടാലും ഒരു വഴക്ക് ഉറപ്പാണ്. നല്ല അടുപ്പമുണ്ടായിരുന്നു. എപ്പോൾ കണ്ടാലും എന്തെങ്കിലും ഒരു വഴക്ക് കിട്ടും എന്ന് ഉറപ്പിച്ച് തന്നെയാണ് പോകുന്നത്. അതിനും ടീച്ചർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇത് വൈലോപ്പള്ളിയുടെ കവിത കടമെടുത്താണ് പറഞ്ഞത്. ഒരു പൂവിൽ ഒതുങ്ങും അതിൻ ചിരി, ഒരു കടലിലും ഒതുങ്ങില്ല അതിൻ കണ്ണുനീർന്ന്. അപ്പോൾ അങ്ങനെ വൈലോപ്പള്ളിയുടെ വാക്കുകൾ ടീച്ചർ കടമെടുത്തെങ്കിൽ എനിക്ക് ONV മാഷിൻ്റെ വാക്കുകൾ ടീച്ചറെ കുറിച്ചുള്ള എൻ്റെ വികാരങ്ങളെക്കുറിച്ച് പറയാനും കടമെടുക്കാനും ഞാൻ കരുതുന്നു. നിങ്ങൾ ക്ഷമിക്കുക. അത്രയേറെ ഗംഗ പോലെ അത്രയേറെ കവിത വന്ന ടീച്ചറെ പറയാൻ മറ്റൊരു കവിത, അത് ONV മാഷിൻ്റെ ആണേ പോലും കടമെടുക്കുന്നതിന് ക്ഷമിക്കണം. അത് ഇതാണ്: ഇത്തിരി പൂവേ ചുവന്ന പൂവേ നീ ഒരത്ഭുതമായി മുന്നിൽ നിന്ന നാൾ പോയി പിന്നെ എന്നന്തരംഗത്തിലേറി കുടിവാർത്ത പെൺകിടാവിൻ പ്രേമ ലജ്ജാ പരിഭവ ഭംഗികൾ കണ്ടിരുന്നേൻ, നീ ആമേക ബിന്ദുവിൽ കണ്ടിരുന്നേൻ. ശരിയാണ്, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എനിക്കും സുഗതകുമാരി ടീച്ചർ ആദ്യം ഒരു അത്ഭുതമായിരുന്നു. മാധ്യമപ്രവർത്തനത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ ഏതോ ചടങ്ങിൽ ഇതുപോലെ ഒന്നും എനിക്ക് സ്വാഗതം പറയാൻ പറ്റില്ല കേട്ടോ. പഠിച്ചു വെച്ചിട്ട് ഒരു സ്വാഗതം ഒപ്പിക്കാനായിട്ട് ടീച്ചർ എന്തിൻ്റെ ടീച്ചറാണ്? മലയാളമായിരിക്കും, ഉറപ്പാണ്. മലയാളം അല്ലാതെ പിന്നെ ടീച്ചർ എന്ത് പഠിപ്പിക്കാൻ? അന്ന് ഗൂഗിളൊന്നുമില്ല, ലൈബ്രറി പോകണം, കിടന്ന് സെർച്ച് ചെയ്യണം. എല്ലാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വിചാരിക്കുന്ന ഒരു ടീച്ചർ അല്ല ടീച്ചർ, അതിനപ്പുറമുള്ള ഒരു ടീച്ചറാണെന്ന്. അന്നാണ് ഞാൻ ടീച്ചറെ ആദ്യമായി കാണുന്നതും. സ്വാഗത പ്രസംഗം എങ്ങനെ ഇരുന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അന്ന് ഒരുപാട് മഹാത്മാക്കളെ കാണാൻ പറ്റി. തകഴി, അങ്ങനെ എനിക്ക് തോന്നുന്നു സാഹിത്യത്തിൽ ഞാൻ അത്ഭുതത്തോടെ കണ്ടിരുന്ന ഒരുപാട് പേരെ കണ്ടിട്ട് പിന്നീട് എൻ്റെ ജീവിതം ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത്, അടുത്തിടപഴകിയിട്ടുള്ളത് സുഗതകുമാരി ടീച്ചറിനോടായിരിക്കും. സുഗതകുമാരി ടീച്ചർ എനിക്ക് ടീച്ചറാകുന്ന ഒരുപാട് ജീവിത സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് മാത്രം പറയാം, സമയം കുറച്ച് കുറവാണ്. ഞാനിവിടെ ഒരു ആശംസയ്ക്ക് വേണ്ടി വന്നവളുമാണ്. പക്ഷേ ടീച്ചർ ഒരു ദിവസം ഞാനവിടെ ഇരിക്കുകയാണ്, ഞാനും ഉണ്ട്. സഖി എന്ന പ്രോഗ്രാമാണ് അന്ന് ഞാൻ അമൃതയിൽ അവതരിപ്പിച്ചിരുന്നത്. അതിൻ്റെ എന്തോ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി ഞാനും ബിന്ദു സാജൻ എന്ന് പറഞ്ഞ എൻ്റെ പ്രൊഡ്യൂസർ ബിന്ദുവും കൂടി അവിടെ ഇരിക്കുമ്പോൾ കുറേ കുട്ടികൾ ഒരു ബസ്സിൽ, ഒരു വണ്ടിയിൽ വന്ന് അവിടെ ഇറങ്ങും, ചെറിയ കുട്ടികൾ. ഞാൻ അന്ന് മാധ്യമപ്രവർത്തകയൊക്കെ ആണെങ്കിൽ ഈ ലോകത്തിൻ്റെ വലിയ മോഹങ്ങളൊന്നും കാണാത്ത ഒരു സാധുവാണ്. കോട്ടയം പോലെ ഒരു ചെറിയ നാട്ടിൽ നിന്ന് വളരെ സംരക്ഷിതയായി വളർന്നു വന്ന ഒരു സഖി പോലൊരു പ്രോഗ്രാം, നമസ്കാരം, സഖിയിലേക്ക് സ്വാഗതം എന്ന് നിങ്ങളുടെയൊക്കെ സഖിയായി മാത്രം നിൽക്കുന്നവളാണ്. അപ്പോൾ ഞാൻ ഈ കുട്ടികൾ തന്നെ ഇതെന്തപ്പോൾ ഇവിടെ കുട്ടികൾ വന്നതെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ ആ സ്ഥിരമുള്ള ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും ലൈംഗികമായി പീഡിക്കപ്പെട്ടവരും അവരിങ്ങനെ ലൈംഗിക തൊഴിലാളികളായി. ഞാൻ ശരിക്കും എൻ്റെ മക്കളെപ്പോൾ കുഞ്ഞുങ്ങളാണ്. ഞാൻ എല്ലാ എക്സ്പ്രഷനും കുറച്ച് ഓവറാക്കുന്നയാളാണ്, കുറച്ച് ഓവർ അഭിനയമാണ്. ചിരിച്ചാൽ അങ്ങ് ചിരിക്കും, കരഞ്ഞാൽ പൊട്ടിക്കരയും. അത്ഭുതമാണെങ്കിൽ ഭയങ്കര അത്ഭുതമായിരിക്കും. അയ്യോ എന്നിങ്ങനെ വെച്ചു. ടീച്ചർ എന്നെ ഒരു നോട്ടം, ഈ നിമിഷത്തിൽ പോലും ഞാനിങ്ങനെ വിറയ്ക്കണുണ്ട് ആ നോട്ടം ഓർത്തിട്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, മാധ്യമപ്രവർത്തക, സഖിയുടെ അവതാരക, ഇതൊക്കെ കണ്ട് ഇപ്പോഴും ഞെട്ടുകയോ. വലിയൊരു കണ്ണ് തുറന്ന കാര്യമായിരുന്നു അത്. ഞാൻ തന്നെ ഓർത്തു, ഞാൻ എന്തോന്ന് മാധ്യമപ്രവർത്തനമാണ് ഈ ചെയ്യുന്നത്. വളരെ സേഫായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തനവും കൊണ്ട് നടന്നതിൽ നിന്ന് കുറച്ച് മാറാനായിട്ട് ആ ഒരു നോട്ടം എന്നെ പഠിപ്പിച്ചു എന്ന് തന്നെ പറയണം. പിന്നീട് അതിനു മുമ്പ് വനിതാ കമ്മീഷൻ്റെ തലപ്പത്ത് ടീച്ചർ വന്നപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമല്ലോ. അപ്പോൾ ഞാനൊരു വലിയ ചോദ്യം ടീച്ചറിന് ഇഷ്ടപ്പെടുമെന്ന് വെച്ച്, കുറച്ചൊക്കെ അല്ലേ നമ്മുടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങൾ ചോദിക്കണമല്ലോ. അപ്പം ഞാൻ വലിയ ഒരു ചോദ്യം ചോദിച്ചു, വനിതാ കമ്മീഷൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ കുറേ കൂടെ അധികാരം ആവശ്യമുണ്ട് എന്ന് ടീച്ചർക്ക് തോന്നുന്നുണ്ടോ എന്ന്. അതേ നോട്ടം തന്നിട്ട് പറഞ്ഞു, അധികാരം കൊണ്ട് എന്ത് ചെയ്യാനാണ്, ഇവിടെ ആർക്കും അധികാരം ഇല്ലാഞ്ഞിട്ടാണ്. സമൂഹത്തിൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവണം, സമൂഹം അറിയണം, സ്ത്രീകളും കുട്ടികളും അറിയണം അവരുടെ അവകാശം എന്താണ്, അതിനെവിടെയാണ് ചെല്ലേണ്ടത്, അവരെ ഒന്ന് അതിലേക്ക് ഉണർത്തിയെടുക്കാൻ ഗീതയെ അധികാരമല്ല വേണ്ടത്, കൂടുതൽ തുറവുകളാണ് വേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഒപ്പം നിൽക്കുകയാണ് വേണ്ടത്.
എനിക്ക് അധികാരം കൂടുതലുണ്ട്, തരാനൊന്നും ശ്രമിക്കണ്ട, കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ ഈ പറയുന്നത് എത്തിക്കാൻ ശ്രമിക്കുന്നു. വീണ്ടും എനിക്കൊരു വലിയ പാഠമായിരുന്നു. അധികാരത്തിലോ നമ്മുടെ വലിയ വലിയ പദവികളിലോ അല്ല, നമ്മുടെ ആർജവത്തിൽ, അതേ വാക്ക് തന്നെയാണ്, അതിലാണ് കാര്യമെന്ന് വളരെ മനോഹരമായി ടീച്ചർ എന്നെ പഠിപ്പിച്ചൊരു നിമിഷമായിരുന്നു അത്. പിന്നീട് ഒരിക്കൽ ഞാൻ സ്വന്തം ഒരു സ്ഥാപനം നൊസ്റ്റാൾജിയ തുടങ്ങിയപ്പോൾ എനിക്ക് ടീച്ചറിനെ ഉൾപ്പെടെ ഒരു മാതൃവന്ദനം എന്നും പറഞ്ഞ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം ചെയ്ത പ്രോഗ്രാം ഏതാണെന്ന് ചോദിച്ചാൽ അത് മാതൃവന്ദനമായിരുന്നു. ടീച്ചർ ലീല മേനോൻ, എനിക്ക് എൻ്റെ മൂത്ത സഹോദരി പോലെ തന്നെയാണ്, കവിയൂർ പൊന്നമ്മ, എസ് ജാനകി, അങ്ങനെ മലയാളത്തിലെ നമ്മുടെ അമ്മ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന ആൾക്കാരെ എല്ലാവരെയും ഒന്നിച്ച് ഒരു മാതൃവന്ദനം, അത് അവരുടെ ഇള തലമുറയിലുള്ളവരെ അവരെ ആദരിക്കുക. ടീച്ചറെ ആദരിച്ച് തന്ന റോസ്മേരി ചേച്ചിയാണ്. അപ്പം ഞാൻ വിളിക്കുന്നു, ടീച്ചർ വരണം എന്ന് പറയുന്നു. എടുത്ത വായിക്കൊരു ചോദ്യമാണ്, മാതൃവന്ദനം എന്താ പരിപാടി? ഞാൻ നല്ല ടീച്ചറെ, ഇങ്ങനെ അമ്മമാരൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ആദരിക്കും, ഞങ്ങളുടെ 1ാമത്തെ വർഷമാണ്, വളരെ ആശങ്കയിലാണ് ഞങ്ങൾ തുടങ്ങിയത്, പക്ഷേ ആദ്യത്തെ വർഷം മനോഹരമായി പോയി, അതുകൊണ്ട് അമ്മമാരുടെ പാദങ്ങളിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുക എന്നാണെന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, നിനക്കിപ്പോൾ ഒരു വാർത്തയിൽ വരുന്ന പരിപാടി വേണം, അതല്ലേ, അല്ല ഞങ്ങളെയൊക്കെ ആരാ ആദരിക്കുക? അതെനിക്ക് വലിയൊരു ഷോക്കായിപ്പോയി. അന്ന് ആമുഖ പ്രസംഗം ചെയ്തപ്പോൾ ഞാൻ അത് തന്നെ പറഞ്ഞു. എനിക്ക് വളരെ അത്ഭുതമായിപ്പോയി. ടീച്ചർ എങ്ങനെ പറഞ്ഞതാണ്? ടീച്ചർ ഇരുത്തിക്കൊണ്ട് തന്നെ, ഈ പറഞ്ഞ എല്ലാ അമ്മമാരും ഇരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് തന്നെയാണ് അമ്മമാരുടെ ഏറ്റവും വലിയ, നമ്മൾ അമ്മമാർക്ക് സമൂഹത്തിൽ നിന്ന് കൊടുക്കുന്ന ചിന്താഗതി. എന്നെ ഇപ്പം എന്തിനാ ആദരിക്കുന്നത്? അതും ഇത്ര പ്രൗഢഗംഭീരമായ വലിയൊരു ചടങ്ങായിരുന്നു. അത്ര ഒരു ചടങ്ങിൽ വിളിച്ച് ആദരിച്ചിട്ട് അല്ല, എന്തിനാ അങ്ങനെ ആദരിക്കുന്നേ? പക്ഷേ സത്യം പറയട്ടെ, ആ ഒരു ചടങ്ങിലെങ്കിലും ടീച്ചർ മനോഹരമായി ചിരിക്കുകയും എല്ലാവരും നല്ല ഒരു മനോഹരമായ സായാഹ്നമായിരുന്നു അത്. അതെനിക്കിപ്പോഴും വളരെ സന്തോഷത്തോടെ ഓർമ്മയുണ്ട്. പിന്നെ എന്തിലധികം പറഞ്ഞാലും ശരി, എനിക്ക് എൻ്റെ ജീവിതത്തിലും എങ്ങനെയാണ് ഈ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്നത് ബാധിക്കുമെന്നറിയില്ലേ. ഈ ടീച്ചറുടെ ഇതേ കവിത എനിക്കും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞല്ലോ പ്രണയത്തെക്കുറിച്ച്. കാടാണ് കാട്ടിൽ കടമ്പിൻ്റെ അറ്റത്ത് കാൽ തൂക്കിയിട്ടിരിപ്പാണ് രാധ. ആ രാധയുടെ കാലിൽ ചെമ്പഞ്ഞിച്ചാറ് കൊണ്ട് വരയ്ക്കുന്ന കൃഷ്ണനെ ജയദേവകവി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് അന്നൊന്നും ജയദേവകവിയെ വലിയ പരിചയമൊന്നുമില്ല, ഇപ്പോഴും അങ്ങനെയൊന്നും പരിചയമില്ല. പക്ഷേ സുഗതമഹർ ടീച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലെ വികാരങ്ങളുടെ അക്ഷരമാലയാണ്. എനിക്കത് വളരെയധികം ഇഷ്ടമായി. അങ്ങനെയൊക്കെ ആകാമല്ലേ, അല്ലാതെ ഞാൻ വളരെ നാട്ടുംപുറത്ത് വളരെ അടക്ക ഒതുക്കത്തോടെ വളരുമ്പോൾ എഡി എന്നൊരു വിളിയിൽ ഓ എമ്പ്രാനെ എന്ന് പറയുന്ന റിലേഷൻഷിപ്പുകളാണ് ദാമ്പത്യമെന്ന് കരുതി, അല്ലെങ്കിൽ പ്രണയം പോലും അങ്ങനെയാണെന്ന് കരുതുന്ന ഒരു കുട്ടിക്ക് ഈ വരികൾ അങ്ങനെയല്ലല്ലോ ഇങ്ങനെ ആകാമെന്ന് ചിന്തിപ്പിച്ച് തന്നത് ടീച്ചറാണെന്ന് ഞാൻ എപ്പോഴും ടീച്ചറിനോട് പറയുമായിരുന്നു. അതിനുശേഷം ഇതേ സംഭവം ലതിക പറഞ്ഞത് തന്നെ, 2 പ്രണയങ്ങൾ, ഒന്ന് കുടുംബം എന്ന പ്രണയം, ഒന്ന് കരിയർ എന്ന പ്രണയം. ഈ കുടുംബം എന്ന പ്രണയത്തെ വിട്ടിട്ട് ഒരിക്കലും അത്ര അധികം പ്രണയമായിട്ടും എനിക്ക് കരിയറിന് പിന്നാലെ പോകാൻ പറ്റിയിട്ടില്ല. എൻ്റെ മോൾ അടുത്തിടെ എന്നോട് ചോദിച്ചു, അവളോട് വിവാഹം കഴിക്കുന്നില്ലേ, സാമ്പ്രദായിക വെച്ച് നോക്കി അവൾക്ക് കുറച്ച് പ്രായം കടന്നിരിക്കുന്നു. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, അമ്മ എത്ര ഇടത്ത് ജോലി ചെയ്തിട്ടുണ്ട്? എണ്ണാൻ തുടങ്ങി. മംഗളം, അമൃത, ഇന്ത്യ വിഷൻ, അങ്ങനെ എണ്ണി 10 വരൽ തീർന്നിട്ട് എൻ്റെ എണ്ണൽ തീർന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അമ്മ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വരുന്നത്? അത് പിന്നെ അന്ന് അച്ചമ്മയ്ക്ക് അസുഖം വന്നപ്പോൾ ഞാൻ ലീവ് എടുക്കണ്ടായിരുന്നു, അപ്പോൾ രാജിവെച്ചു. പിന്നെ അപ്പൂപ്പന് അസുഖം വന്നപ്പോൾ രാജിവെച്ചു. പിന്നെ നിങ്ങൾ 10ാം ക്ലാസ്സിലായപ്പോൾ രാജിവെച്ചു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രാജി അടുത്തടുത്തോട്ട് പോവുക, ഇത് തന്നെ പരിപാടി. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എനിക്ക് അതിനേക്കാൾ എൻ്റെ കരിയറിനോട് വളരെ പ്രതിബദ്ധതയുണ്ട്. ഡോക്ടറാണ്. ഒരു ഇടത്ത് ചെല്ലുമ്പോൾ സോറി കേട്ടോ ഞാനിപ്പോൾ രാജിവെച്ചേ, ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് മോളെയൊക്കെ നോക്കിയിട്ട് വരാം, അങ്ങനെ എനിക്ക് കരിയർ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ഇടയ്ക്കുള്ളൊരു അമ്മ കാണിക്കുന്ന ഈ ജിഗ്ലിങ് എനിക്ക് ഒക്കൂല എന്ന് പറഞ്ഞ് അവളെ സമ്മതിക്കേണ്ടി വന്നു. എനിക്ക് കുട്ടികൾ മാറുകയാണ്, നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. ഇങ്ങനെ കരിയറുമായിട്ട് നടക്കുന്ന എനിക്ക് സ്വാഭാവികമായും എപ്പോഴെങ്കിലും സങ്കടം തോന്നായി. പറഞ്ഞ പോലെ ഞാൻ കണവനെ കണ്ണിലറിയാതെയോ കുട്ടികളെ കാണാതെയോ പോയിട്ടില്ല എന്ന് പറയുമ്പോഴും ഒരു നിരാശാബോധമോ വിഷമമോ ഒക്കെ വരാം. പക്ഷേ അവിടെയും എപ്പോഴും ഏതൊക്കെയോ കരുണയാർന്ന കണ്ണുകൾ എന്നെ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുസ്തകങ്ങളായിട്ടോ അല്ലാതെയോ ലേഖനങ്ങളായിട്ടോ ഒക്കെ എനിക്ക് ഇന്നും ഇവിടെ നിലനിൽക്കാൻ കഴിയുന്നത്. എന്നെ നിങ്ങളെല്ലാവരും മറന്നു പോകേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു ആക്റ്റീവ് ജേർണലിസം എന്ന് പറയുന്നത് 2016 നിർത്തിയതാണ്. പക്ഷേ എന്നിട്ടും എവിടെ നിന്നൊക്കെയോ ആൾക്കാർ തിരിച്ചറിയുന്നു, എഴുത്ത് തിരിച്ചറിയുന്നു.
അപ്പോൾ ആ കരുണയാർന്ന കണ്ണുകൾ എന്നെ കാണുന്നുണ്ടെന്ന അറിവ് എന്നെ ഈ വിഷാദ രോഗത്തിൽ നിന്നോ അല്ലെങ്കിൽ പരാതികളിൽ നിന്നോ പരിഭവത്തിൽ നിന്നോ എൻ്റെ നല്ല കാലം മുഴുവൻ ഞാൻ വെറുതെ കളഞ്ഞു എന്നൊന്നും ഒരു ചിന്തയുമില്ലാതെ നിർത്തുമ്പോൾ ഈ കവിതയിലെ ആ ഭാവം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ ഭാവം ഉൾപ്പെടെ മറ്റൊന്ന് ഞാൻ സ്ഥിരം ചൊല്ലുന്ന ഒരു കവിതയാണ് കാളികമർദ്ദനം. കുനിഞ്ഞതില്ലി പത്തികൾ കണ്ണ, നിൻ്റെ മൃദുവായ എന്ത് സങ്കടം വന്നാലും ഓർക്കുന്നത് എൻ്റെ ഏതോ അഹങ്കാരം തീർക്കാനായിട്ട് ആ കാലുകൾ, ആ കാൽപ്പത്തികൾ തുടുത്തു ചുവന്ന് എൻ്റെ ശിരസിൽ നർത്തനമാവട്ടെ. ഇനിയുമുണ്ട് എൻ്റെ അഹങ്കാരം തീരാൻ, ഇനിയുമുണ്ട് ആത്മവിശ്വാസമാണ് എന്ന് പറഞ്ഞ് ഞാൻ തലയിൽ വെച്ചിരിക്കുന്ന ഏതൊക്കെയോ അഹമ്മതികൾ തീരാൻ. ഇങ്ങനെ പറഞ്ഞാൽ എത്ര സമയം വേണമെങ്കിലും ഒരു പ്രാസംഗികയെ അല്ലാത്ത എനിക്ക് പോലും പറയാനായി ടീച്ചർ ബാക്കി വെച്ചിരിക്കുന്ന ഔസ്യത്തേറെയാണ്. അതുകൊണ്ട് സുഗതകുമാരി എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച്, ആ ഒരു ചിന്താധാരയെക്കുറിച്ചുള്ള നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തിലേക്കുള്ള നമ്മുടെ നടത്തമാണ്. അഹങ്കാരത്തിൽ നിന്നുള്ള മാറി നിൽക്കലാണ്, പ്രകൃതിയോടുള്ള സ്നേഹമാണ്. അങ്ങനെ എന്തെല്ലാമോ ഏറ്റവും നന്മയുള്ളത് എന്താണോ ആ നന്മകളുടെ മുഴുവൻ ഔസ്യത്താണ് നമുക്ക് ടീച്ചർ തന്നിട്ട് പോയത്. ടീച്ചർ പോയെന്ന് പോലും നമുക്ക് ആർക്കും തന്നെ ഇല്ല. ടീച്ചർ അവിടെ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ കോവിഡായിരുന്നു, ശരിയാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും കരുതുന്നത്, ഞാൻ വിളിക്കുന്നിടത്ത് ഏറ്റവും അവസാനം ഞാൻ കാണുമ്പോഴും എനിക്ക് വേണ്ടി കയ്യിൽ പിടിച്ച് കവിത ചൊല്ലിത്തന്ന, എന്നോട് അന്ന് ആ അക്ഷരമാലയെക്കുറിച്ച് അവിടെ സെക്രട്ടേറിയറ്റിലൊരു സമരം നടക്കുന്നുണ്ട്, നീ ചെന്നിട്ട് ഗീത ചെന്നിട്ട് അവിടെ പോയിട്ട് സമരം നടത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പൊതുവെ സമരത്തിനൊന്നും പോവാറില്ല, എഴുതുകയല്ലേ ചെയ്യൂ. അങ്ങനെ പറയാൻ എനിക്ക് പേടിയാണ്, നല്ല വഴക്ക് കിട്ടും. ആ ടീച്ചർ അവിടെ ഉണ്ടെന്ന് തന്നെയാണ് നിങ്ങളെപ്പോലെയൊക്കെ ഞാനും ധരിക്കുന്നത്. ഇത്തരം ഒരു അവസരം തന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയോടെ താങ്ക് യു. നന്ദി ശ്രീമതി ഗീത ബക്ഷി.